നമുക്കറിയാം, ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ സന്ദർശിക്കുവാൻ വേണ്ടി ഒരുപാട് ആളുകളാണ്, നേതാക്കളും അനുയായികളും അടക്കം ഒരുപാട് ആളുകളാണ് ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനിടയിൽ വി.എസിനെ കാണാനായി മാത്രം കൊല്ലത്ത് നിന്ന് വി.എസിന്റെ കടുത്ത ആരാധകരായ ഒരു കുടുംബമെത്തി. കണ്ടിട്ട് വരാം. നിരവധി പേരാണ് ദിവസവും പ്രിയ നേതാവിന്റെ രോഗവിവരം അന്വേഷിച്ചെത്തുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് കൊല്ലത്ത് നിന്നുള്ള സുർജിത്തും കുടുംബവും ആശുപത്രിയിലെത്തിയത്. ഏറെ നേരം കാത്തിരുന്നു. ഒടുവിൽ വി.എസിന്റെ മകൻ അരുൺകുമാറിനെ കണ്ട രോഗവിവരങ്ങൾ തിരക്കി. വി.എസിനെ പറ്റി പറയാൻ 100 നാവാണ് ഈ കുടുംബത്തിന്. പാപ്പ പറഞ്ഞുള്ള ചരിത്രവും അല്ല ടിവിയിലൊക്കെ കണ്ടും ഉള്ള ഇഷ്ടമാണ്. കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. വി.എസ്. പാപ്പ പറഞ്ഞുള്ള ചരിത്രങ്ങളും കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചും ഉള്ള ചരിത്രങ്ങളും എല്ലാം കേട്ട് ഇഷ്ടമാണ് ആള്. അരുൺകുമാർ സാറിനോട് സംസാരിച്ച് അപ്പം പിന്നെ അത്ര വലിയൊരു ഇതല്ല, റിക്കവറായി വരും എന്ന് തന്നെയാണ് കക്ഷി തീർത്ത് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് പൊതുവിൽ സ്നേഹമുണ്ട്. പക്ഷേ വി.എസ്. ഒരു വികാരമാണ്. എപ്പോൾ നോക്കിയാലും വീട്ടിൽ പാർട്ടിക്കാരും പാർട്ടിയും കാര്യങ്ങളും മാത്രമേ ഞാനും കേട്ടിട്ടുള്ളൂ. അപ്പം ഇവരെ കൂടെ വന്ന് ഞാനും ഇതേക്കുറിച്ച് കുറേയൊക്കെ അറിഞ്ഞു. അപ്പം അതിൽ ഇപ്പം ഇരിക്കുന്നവരെ കഴിയും ഏറ്റവും കൂടുതൽ ഇവർക്ക് എല്ലാവർക്കും അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വി.എസിനോടാണ്. അപ്പോൾ എപ്പോഴും അത് കേൾക്കുമ്പോഴത്തേക്കും വീട്ടിലെപ്പോഴും പറയുമ്പോഴത്തേക്കും ഒരു പറയും രോമാഞ്ചം വരുന്നു എനിക്ക്. വി.എസിന്റെ കാര്യം കേൾക്കുമ്പോഴെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇങ്ങനെ കേട്ടപ്പം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ വീട്ടിൽ പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് പോവാം, കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ വരെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം അവർ കാണിക്കില്ല എന്ന് പറഞ്ഞു. എങ്കിലും എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. പുള്ളി ഒരു ഫൈറ്ററാണ്, തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളും പ്രാർത്ഥിക്കുന്നു, അവരോടൊപ്പം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം വെച്ചാൽ മറ്റെല്ലാ നേതാക്കളും പോലെ അല്ല ആള്, ഒരു വേറിട്ടൊരു ജീവിതം എന്ന് പറയാം. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ നമ്മൾ വേറൊരു പാർട്ടിക്കാരാണെങ്കിൽ പോലും, മറ്റേ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ബി.ജെ.പി ആണെങ്കിലും എല്ലാവർക്കും വി.എസ്. എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇത്. കാരണം പുള്ളിയെ കൊണ്ടേ പറ്റൂ. ഒരു എന്തോ പറയുക, ഒരു പുള്ളി ഒരു സ്ഥലത്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ജനങ്ങളുടെ ആ ഒരു വികാരം എന്ന് പറയുന്നത് അത് കൊണ്ടുവരാൻ വി.എസിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടുള്ളൊരു ഇഷ്ടം നമുക്ക് എല്ലാവർക്കും. അപ്പോൾ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പറയുന്നേക്കാം വി.എസിനെ കുറിച്ച്. അപ്പോൾ പുള്ളി ടി വിയിൽ ഇപ്പോൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു എന്തെങ്കിലും ഒരു കാര്യമാണ് അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം നിർത്തിവെച്ചിട്ട് പെട്ടെന്ന് എല്ലാവരും സൈലന്റ് ആയിട്ട് അത് കേൾക്കാൻ വേണ്ടിയിരിക്കും. ഈ പരീക്ഷണ കാലഘട്ടത്തെയും അതിജീവിച്ച് വി.എസ്. തിരിച്ചുവരും എന്ന പ്രതീക്ഷയിലാണ് അവർ മടങ്ങിയത്. ഇങ്ങനെ ആയിരങ്ങളുടെ പ്രാർത്ഥനകളിലും നിറയുകയാണ് വി.എസ്. എന്ന ജനനേതാവ്. ന്യൂസ് 18 തിരുവനന്തപുരം.